ഹായ് കൂട്ടുകാരെ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നബി ചോദിക്കുന്നുണ്ട്, നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നാടകം കളിക്കുകയാണോ? അപ്പോൾ അബി പറയുന്നുണ്ട്, എൻ്റെ നബി, നീയൊക്കെ സംശയിക്കുന്നത് എൻ്റെ അമ്മയെയും അതുപോലെ തന്നെ അമ്മായിയെയും ഒക്കെ ആയിരിക്കും. അതൊക്കെ അതേപടി വിഴുങ്ങുന്ന സ്വഭാവക്കാരനൊന്നുമല്ല ആദർശേട്ടൻ. ഈ കാര്യത്തിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. അന്നേരം കനക പറയുന്നുണ്ട്, മോനോട് ചിലപ്പോൾ ആദർശ് മോൻ ഒന്നും പറയില്ലായിരിക്കും, പക്ഷെ അനിയോട് ഇതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ? ആ സമയം അബി പറയുന്നുണ്ട്, ഞാൻ അവനോട് സംസാരിച്ചിരുന്ന അമ്മേ, പക്ഷെ അവനോട് ഒന്നും പറഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. ഇവിടെ അത് മാത്രമല്ല രസം, ആദർശം ഏട്ടത്തിയും പിണങ്ങിയാൽ ഏട്ടത്തിക്കൊപ്പം കട്ടക്ക് നിൽക്കുന്നതാണ് മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ, അതുപോലെ തന്നെ എൻ്റെ അമ്മാവന്മാരും. പക്ഷേ ഇവിടെ എന്താണെന്നറിയില്ല, ഏട്ടത്തി പോയതിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും വിഷമമുണ്ടെങ്കിൽ പോലും അവരൊക്കെ ആദർശേട്ടനെ അനുകൂലിച്ചാണ് സംസാരിക്കുന്നത്. ആദർശേട്ടന് എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം നിൽക്കാനാണ് അവരുടെ തീരുമാനം. അന്നേരം നബ്യ പറയുന്നുണ്ട്, എങ്കിലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അബി. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വോയിസ് ഇല്ലാത്ത വീടാ, അവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആരും കേൾക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ആദർശേട്ടനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ നീ നിൻ്റെ ജീവിതം നന്നാക്കാൻ നോക്ക്, എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നാണ് മറുപടി. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അബി പറയുന്നുണ്ട്, അമ്മായി എന്ത് പറയാനാ, അമ്മായിക്ക് നിങ്ങൾ പിരിയുന്നതായിരുന്നല്ലോ സന്തോഷം. അവർ തമ്മിൽ ഒന്നിച്ച വിവരമൊന്നും അബിക്ക് അറിഞ്ഞുകൂടല്ലോ, അതുകൊണ്ടാണ് അബി അങ്ങനെ പറയുന്നത്. ഏതായാലും കനകയും നയനയും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ. എന്നിട്ട് അബി പറയുന്നുണ്ട്, ഇപ്പോൾ അവിടെ ഡിവോഴ്സിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. നമ്പി ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? അവിടെ പറയുന്നത് കേട്ടതാ, അത് ഏട്ടൻ തന്നെയാണ് പറഞ്ഞത്. ഏട്ടന് ഇപ്പോൾ ബന്ധം പിരിഞ്ഞാൽ കൊള്ളാമെന്നൊക്കെയുണ്ട്, ആ രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ പോക്ക് എന്നിങ്ങനെ അബി പറയുന്നുണ്ട്. അത് കേട്ട് കനകക്കും ഭയങ്കര സങ്കടമാകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ, അതിലേക്കൊക്കെ കാര്യങ്ങൾ വരാൻ എന്താണ് കാരണം? അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്കറിയില്ലമ്മേ. പിന്നെ അബി ആശ്വസിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് നാൾ ഏട്ടനിങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല, എല്ലാം സോൾവ് ആകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നും പറഞ്ഞ് നബിയും അബിയും അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട്, മോളെ, ഒരു കത്ത് എഴുതി വെച്ചിട്ട് നീ ഇങ്ങ് വരരുതായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ ഇത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാ പിടിച്ചു നിൽക്കാൻ നോക്കിയത്. ഒരു മുറിക്കകത്തിരുന്ന് നട്ടം തിരിയുകയായിരുന്നു ഞാൻ, ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ആകെയുള്ള ഒരു ആശ്വാസം അമ്മയാണ്. അമ്മയോട് മറ്റാരും കാണാതെ ഒന്നും പറയാനും മിണ്ടാനും പറ്റില്ലല്ലോ, മറ്റാരും കാണുക ഒന്നും പറയാനും മിണ്ടാനും പറ്റില്ലല്ലോ. അതും ചെറിയ വീടല്ല, 10-30 പേർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റിയ വീടാണ്. അതിനുള്ളിൽ ശ്വാസം മുട്ടി കഴിയേണ്ടി വരുന്നത്, അത് ഭയങ്കര പീഡനമാണ് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് നയന. അത് താങ്ങാൻ പറ്റാത്ത വന്നപ്പോഴാണ് ഞാൻ ഈ സാഹസം കാണിച്ചത്. പിന്നെ കാണിക്കുന്നത് സങ്കടത്തിൽ നിൽക്കുന്ന ദേവയാനിയാണ്. എന്നിട്ട് പിന്നെ ദേവയാനി ആദർശിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ അവളുമായിട്ട് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, നമ്മുടെ കമ്പനിക്ക് അവൾ കാരണം എത്ര നേട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നോട് സത്യസന്ധത വച്ച് പുലർത്താത്ത ഒരുത്തിയെ എനിക്ക് കൂടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ദേവേനി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ നിൻ്റെ തീരുമാനം? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നല്ല വക്കീലിനെ കാണണം, എന്നിട്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. അത് കേട്ട ദേവയാനി വല്ലതാകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും അത് സഹിക്കാൻ കഴിയില്ല. പിന്നെ നിൻ്റെ അച്ഛൻ ഇന്നലെ ഉറങ്ങിയിട്ട് പോലും ഇല്ല. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, എൻ്റെ എന്ത് തീരുമാനത്തിനും അവർ അനുകൂലമാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. പിന്നെ അമ്മയ്ക്ക് എന്താ വിഷമം? അമ്മയ്ക്കും അതായിരുന്നല്ലോ താല്പര്യം. എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആദർശ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഇതുവരെയും ഈ വീട്ടിൽ കല്യാണം കഴിച്ച ആരും തന്നെ ബന്ധം വേർപെടുത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നീയും അങ്ങനെ ചെയ്യാൻ പാടില്ല. നീ ബന്ധം വേർപെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. അതുമാത്രമല്ല, ഇപ്പോൾ നിനക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടാകും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ നയനമോളില്ലാത്തതിൻ്റെ പേരിൽ നിനക്ക് ഉറക്കം നഷ്ടമാകും. അത് കേട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാകില്ല, എനിക്ക് നല്ല ഉറക്കമൊക്കെ വരും. ഇനി അമ്മക്ക് ഉറക്കം നഷ്ടപ്പെട്ടോ? എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ദേവയാനി. പിന്നെ ആദർശ് പറയുന്നുണ്ട്, ഏതായാലും
ഇത് എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല, എല്ലാവരുടെയും കൂടെ ആലോചിച്ചിട്ട് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എല്ലാവരും നിൻ്റെ തീരുമാനത്തെ അനുകൂലിക്കുമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നീ പറഞ്ഞാൽ മതി, ഏതായാലും അമ്മ താഴേക്ക് വാ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. അപ്പോൾ ആദർശ് അമ്മയുടെ കൈ പിടിച്ച്, അമ്മ വാ, നമുക്ക് താഴെ പോയി എല്ലാവരുടെ കൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താം. അങ്ങനെ താഴെ ഹാളിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇരുന്നിട്ടുണ്ട്. മുത്തശ്ശനോട് പറയുന്നുണ്ട്, നയനമോളില്ലെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, ആദർശാണെങ്കിൽ കുറച്ച് സീരിയസ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശും ദേവയാനിയും താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കെന്തോ പറയാനുള്ളത് പോലെ ഉണ്ടല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയനെ വിളിച്ചു വരുത്തണമെന്നാണ് അമ്മ പറയുന്നത്, അവളില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം വരില്ലെന്നാണ് പറയുന്നത്. അന്നേരം അങ്ങോട്ടേക്ക് വന്ന ജയൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി എൻ്റെ ഭാര്യയ്ക്ക്? മോനും മരുമോളും തമ്മിൽ പിരിയുന്നത് ആഘോഷമാക്കി മാറ്റാൻ നടന്നിരുന്നവളാണല്ലോ, എന്നിട്ടിപ്പോൾ അടവ് മാറ്റുകയാണോ? അന്നേരം അജയൻ പറയുന്നുണ്ട്, ഇത് ഏട്ടത്തിയുടെ ഒരു അടവാണെന്നാ എനിക്കും തോന്നുന്നത്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഒന്നും അറിയാത്തതുപോലെ, ഓഹോ, അതിനിടയ്ക്ക് നീ നിൻ്റെ മരുമോളെ സ്നേഹിച്ചു തുടങ്ങിയോ? അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അതുകൊണ്ടാണമ്മേ ഞാൻ എൻ്റെ മോളെ അടുക്കളയിലൊന്നും കയറ്റാതെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. എന്നിട്ട് അതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും കരഞ്ഞുകൊണ്ട് ദേവയാനി എല്ലാവരുടെ മുമ്പിലും ഏറ്റു പറയുന്നുണ്ട്. കരൾ ദാനം ചെയ്ത പെൺകുട്ടിയെ അന്വേഷിച്ച് നടന്നതും അവസാനം അവൾ തൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നെ നയനയ്ക്ക് വേണ്ടി അവാർഡ് ഒരുക്കിയതിൻ്റെ പിന്നിൽ ദേവയാനിയാണെന്നും ആ ഫംഗ്ഷനിൽ വെച്ച് മരുമോളോട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടി വന്നതും പിന്നെ ആൻമേരിയോട് ഫംഗ്ഷൻ്റെ വീഡിയോ പബ്ലിക് ആക്കരുത് എന്ന് പറഞ്ഞതും അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് നയനയോടും ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞതും അവളത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തതിനെ പറ്റിയൊക്കെ ദേവയാനി പറയുന്നുണ്ട്. എൻ്റെ മോളെ ഞാൻ ആദ്യം വെറുത്തതിനേക്കാളും 1000 മടങ്ങ് ഇരട്ടിയായി ഞാൻ അവളെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാം പറയാനായിരുന്നു നയന ഇവിടെ വന്നത്, പക്ഷെ ഒന്നും ഇവൻ കേൾക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് ആദർശിനോട്, എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇനി നീ പറ, നിനക്കെന്താ അവളോട് വിരോധം? ഏതായാലും ഇതൊക്കെ കേട്ടിട്ടോ ആദർശ് കുറച്ച് കലിപ്പിൽ തന്നെയാണ് ഉള്ളത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നീ മര്യാദയ്ക്ക് പോയി നയനമോളെ വിളിച്ചു കൊണ്ടുവരണം. ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് അത് നിങ്ങളോട് പറയാൻ ഒരു നാണവുമില്ല. എനിക്കെൻ്റെ നയനയെ വേണം, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യമാണ്. അതുകൊണ്ട് നീ പോയിട്ട് വാ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മോനെ ഞാൻ പറഞ്ഞാൽ നീ പോകില്ലേ, നിൻ്റെ അമ്മയുടെ വാക്ക് നീ കേൾക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവയാനി. എന്നിട്ട് ആദർശ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്താ ഒന്നും പറയാതെ പോകുന്നത്? അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് പോകുകയാണ്. എന്നിട്ട് ദേവയാനി ഇങ്ങനെ കരയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ താങ്ക്സ്.